അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മൾ 9ാം ക്ലാസ്സിലെ ഫിഖ് എക്സാമിൻ്റെ ചെറിയൊരു റിവിഷനും അതുപോലെ തന്നെ ക്വസ്റ്റ്യന് കാര്യങ്ങളൊക്കെ മുൻകഴിഞ്ഞ വർഷങ്ങളിൽ വന്ന ക്വസ്റ്റ്യനുകളൊക്കെ ഒന്ന് ചർച്ച ചെയ്യണം ഇൻഷാ അല്ലാഹ്. അപ്പോൾ എല്ലാവരും വീഡിയോ കൃത്യമായിട്ട് കാണുക, മറ്റുള്ള നിങ്ങളുടെ സുഹൃത്തുക്കളിലോട്ട് ഇത് എത്തിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ വീഡിയോയിലോട്ട് കിടക്കുകയാണ്. അപ്പോൾ എല്ലാവരും ആദ്യം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എന്നാൽ മാത്രമാണ് നമ്മൾ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുള്ളൂ. വിദ്യാഭ്യാസ സംബന്ധമായിട്ടുള്ള ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അത് സ്കൂളത്തേതാവട്ടെ മദ്രസയിലേത്തതാവട്ടെ എല്ലാ തരം വീഡിയോസുകളും ഇൻഷാ അല്ലാഹ് ഇതിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ നമ്മുടെ ഫിഖിൽ എക്സാമിന് വരുന്ന ഭാഗം എന്ന് പറയുന്നത് 6ാമത്തെ ചാപ്റ്റർ മുതലാണ്. ഓക്കെ, സ്വലാത്തുൽ ജുമുഅ മുതലാണ് നമുക്ക് നമ്മുടെ എക്സാമിന് പരിഗണിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഓരോ പാഠഭാഗത്തിലുള്ള കാര്യങ്ങൾ ആദ്യം ഒന്ന് നോക്കുകയാണ് ഇൻഷാ അല്ലാഹ്. അതിന് ശേഷം നമുക്ക് മറ്റു കാര്യങ്ങളോട്ട് കടക്കാം. അപ്പോൾ നമ്മൾ ഫിഖിലെ 6ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ജുമുഅയുടെ ഭാഗമാണ് നമ്മൾ ആദ്യം ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിൽ നമ്മുടെ എക്സാമിന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത്. ഓക്കെ, സ്വലാത്തുൽ ജുമുഅ എന്ന് പറയുന്ന 6ാമത്തെ ചാപ്റ്റർ എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാൻ കഴിയും. സ്വലാത്തുൽ ജുമുഅ എല്ലാവരും കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടാവും. ഒന്നുകൂടെ നമ്മൾ പ്രധാനമായിട്ടുള്ള സംഭവങ്ങൾ, ഇപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ 3 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ വന്നതായിട്ടുള്ള ഭാഗമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും കിതാബ് വായിക്കണം. അതിന് പുറമെ നിർബന്ധമായിട്ടും ഈ ഭാഗങ്ങളൊന്ന് ഫോക്കസ് ചെയ്ത് പഠിക്കുക. ഒന്നാമത്തത്, ജുമുഅ ഖുതുബ അറബി ഭാഷയിലായിരിക്കണം ഒരു തെളിവ് എഴുതുക എന്നുള്ളതാണ്. ഇതെന്തായാലും നമ്മൾ പ്രതീക്ഷിക്കാൻ ഏറ്റവും കൂടുതൽ വരാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനിൽ പെട്ടതാണ്. ജുമുഅ ഖുതുബ അറബി ഭാഷയിലായിരിക്കണമല്ലോ, അതിനുള്ളൊരു തെളിവ്. ഓക്കെ, രണ്ടാമത്തത് വരുന്നത് ഖുതുബ സമയത്ത് മുട്ടുകെട്ടിയിരിക്കൽ, അതിൻ്റെ വിധിയാണ് ചോദിക്കുന്നത്. ഖുതുബ സമയത്ത് മുട്ടുകെട്ടിയിരിക്കുന്നതിൻ്റെ വിധി. പിന്നെ വരുന്നത് ജുമുഅയുടെ 2 ബാങ്കിൻ്റെ സമയം ഏത് എന്നുള്ളതാണ്. ജുമുഅയുടെ 2 ബാങ്കിൻ്റെ സമയം ഏത്. പിന്നെ ഒരു മഹല്ലിൽ ഒന്നിലധികം ജുമുഅ സ്ഥാപിക്കൽ അനുവദനീയമാകും എപ്പോൾ. ഓക്കെ, അപ്പോൾ നിങ്ങളിതിൻ്റെ ഭാഗങ്ങളൊക്കെ കൃത്യമായിട്ട് നോക്കുക. ഒന്നാമത്തെ ജുമുഅ ഖുതുബ അറബി ഭാഷയിലായിരിക്കണം ഒരു തെളിവ് എന്ന് പറഞ്ഞാൽ അതിൽ പറയുന്നുണ്ടല്ലോ, നമ്മുടെ മഹാൻ രഥന്മാർ, സഹാബികൾ, താബികൾ, തബഅ് ഇവരെല്ലാം ഖുതുബ അറബിയിലാണ് ഓതിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞിട്ട് ആ ഭാഗം അത് നിങ്ങൾ കൃത്യമായിട്ട് നോക്കുക. പിന്നെ ഖുതുബ സമയത്ത് മുട്ട് കെട്ടിയിരിക്കുക, ഇതിൻ്റെ അദബുകൾ, അതുപോലെ തന്നെ പെരടി ചാടി കിടക്കുക, ആ ഭാഗം കൃത്യമായിട്ട് നോക്കുക. ആ പറഞ്ഞ ഭാഗം ഉണ്ടല്ലോ, അതൊക്കെ കൃത്യമായിട്ട് നോക്കുക. അവിടുന്ന് ചിലപ്പം ഖുതുബയുടെ സമയത്ത് മുട്ടുകെട്ടിരിക്കുക എന്നുള്ള അതന്നെ ആയിരിക്കണം ചോദ്യം എന്നില്ല. ആ ഭാഗം പ്രധാനപ്പെട്ടതാണ്, അവിടുന്ന് ചോദ്യം വരാം. പിന്നെ ജുമുഅയുടെ 2 ബാങ്കിൻ്റെ സമയം ഏതെന്നുള്ളതാണ്. ഒന്ന് സാദാ ളുഹറിൻ്റെ സമയം, പിന്നെ ഖതീബ് മിമ്പറിന്മേൽ കയറിയതിന് ശേഷം എന്ന് പറയുന്ന ഭാഗം, അവിടെ നോക്കുക. പിന്നെ ഒരു മഹല്ലിൽ ഒന്നിലധികം ജുമുഅ സ്ഥാപിക്കൽ അനുവദനീയമാകും എപ്പോൾ. എന്താ പറയുക, ഒരു പള്ളിയിൽ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടുതൽ പ്രയാസമാകുന്ന സമയത്തെന്ന് പറയുന്നുണ്ട്. അവിടെ തന്നെ വേറെ പ്രതീക്ഷിക്കാൻ നമുക്ക് വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഒരു നാട്ടിൽ ഒന്നിലധികം ജുമുഅകൾ അഥവാ കാരണമില്ലാതെ ഒന്നിലധികം ജുമുഅ ഉണ്ടാകുമ്പോൾ ഏത് ജുമുഅയാണ് ശരിയാവുക എന്നുള്ള ചോദ്യം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആദ്യം തക്ബീറത്തുൽ ഇഹ്റാം കൊണ്ട് ആദ്യമാകുന്ന ജുമുഅ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, ആ ഭാഗങ്ങളും കൃത്യമായിട്ട് നോക്കാം. പിന്നെ 5 മാർക്കിന് വന്നിട്ടുള്ള 2 വർഷങ്ങളിൽ 5 മാർക്കിന് വന്നിട്ടുള്ള 2023-ലും 2024-ലും ഈ പാഠത്തിൽ നിന്ന് വന്ന ചോദ്യം, ഈ വർഷവും വരാൻ സാധ്യത കൂടുതൽ കാണുന്നൊരു ചോദ്യമാണ് ലുഗത്തുൽ ഖുതുബ, ഖുതുബയുടെ ഭാഷ അറബിയിലായിരിക്കണം. എന്തുകൊണ്ടാണ് അറബിയിലായിരിക്കേണ്ടത്, ഈ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇത് വെച്ചിട്ടുള്ള ഒരു ചോദ്യം നമുക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. 2 വർഷം വന്നിട്ടുള്ള ചോദ്യമാണ്. പക്ഷേ അത് ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നുകൂടെ നമ്മൾ ചർച്ച ചെയ്യും. ആ സമയത്ത് നമുക്ക് അത് വീണ്ടും പറയാം. പിന്നെ രണ്ടാമത്തെ പാഠം തനല്ലുഫു തസയ്യുനു എന്നുള്ളതാണല്ലോ. ഭംഗിയാവലും വൃത്തി വരുത്തൽ, ഭംഗിയാവൽ.
അതിൽ പറയുന്നൊരു സംഭവം എന്ന് പറഞ്ഞാൽ ആദ്യം മുറിക്കേണ്ട കൈനഖം ഏതാണ്, ആദ്യം മുറിക്കേണ്ട കൈനഖം ഏതാണെന്ന് ചോദ്യമുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം മുറിക്കേണ്ടത് ഈ എവിടെ മുതലാണ് എന്നുള്ള, അഥവാ ആ ഏത് നഖം കൊണ്ടാണ് തുടങ്ങേണ്ടത് എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ. പിന്നെ രണ്ടാമത് പറയുന്നത് പുരുഷന് മഞ്ഞ അതുപോലെ തന്നെ കാവി വസ്ത്രം ധരിക്കൽ, അതിൻ്റെ വിധി. പിന്നെ ഏറ്റവും ശ്രേഷ്ഠമായ സുഗന്ധങ്ങളിൽ നിന്ന് വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ സുഗന്ധം ഏതാണ്, മിസ്ക് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, ആ ഭാഗം. പിന്നെ തലമുടി കളയിൽ സുന്നത്തുള്ള സന്ദർഭങ്ങളിൽ 2 എഴുതുക. തലമുടി കളയിൽ സുന്നത്തുള്ള ഇത് പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഞാൻ പറയുന്നത്. ഇത് മാത്രമല്ല പരീക്ഷയ്ക്ക് ഉണ്ടാവൽ, നിങ്ങൾ ഇത് ഒന്ന് ഫോക്കസ് ചെയ്ത് പഠിക്കണം എന്നുള്ളതാണ്. പിന്നെ കൈനഖം മുറിക്കുന്നതിൻ്റെ സുന്നത്തായ ക്രമം വിവരിക്കുക. അത് നമ്മളിവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്, അത് നോക്കുക. കൈനഖം അത് മേലത്തെ ചോദ്യത്തിൻ്റെ തുരുതി തന്നെ ആയിട്ടോ. കൈനഖം മുറിക്കുന്നതിൻ്റെ ക്രമം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ പറയുന്നുണ്ട് എവിടെ നിന്നാണ് തുടങ്ങേണ്ടത്. ആദ്യം വലത് കൈയിൻ്റെ ചൂണ്ടുവിരലിൽ നിന്ന് തുടങ്ങിയിട്ട് പിന്നെ ഇങ്ങനെ നമ്പർ ഇട്ടിട്ടുണ്ട് കൃത്യമായിട്ട് 2, 3, 4 അങ്ങനെ. അഥവാ വലത് കൈയിൻ്റെ ചൂണ്ടുവിരലിൽ നിന്ന് തുടങ്ങി വലത് കൈയിൻ്റെ ചെറുവിരലിൽ അവസാനിക്കുകയും പിന്നെ വലത് കൈയിൻ്റെ തള്ളവിരലും പിന്നെ ഇടത് കൈയിൻ്റെ ചെറുവിരലിൽ നിന്ന് തുടങ്ങിയിട്ട് ഇങ്ങനെ അവസാനം ഇടത് കൈയിൻ്റെ തള്ളവിരലിൽ കൊണ്ടുപോയി അവസാനിക്കുന്ന രൂപത്തിലാണ് കയ്യിൽ നഖം വെട്ടേണ്ടത്. എന്നാൽ കാലിലാണെങ്കിലോ, കാലിൽ നഖം വെട്ടേണ്ട കോലം എന്ന് പറയുന്നത് വലത് കൈയിൻ്റെ വലത് കാലിൻ്റെ ചെറുവിരൽ മുതൽ ഇടത് കാലിൻ്റെ ചെറുവിരൽ വരെ. അത് നേരെയാണ്, പഴക്കാനൊന്നുമില്ല. എന്നാൽ കയ്യിൻ്റെതാണെന്നുണ്ടെങ്കിൽ വലത് കൈയിൻ്റെ ചൂണ്ടുവിരൽ മുതലാണ്, ചൂണ്ടുവിരൽ മുതൽ ചെറുവിരൽ വരെ, പിന്നെ തള്ളവിരൽ, പിന്നെ ഇടത് കൈയിൻ്റെ ചെറുവിരൽ മുതൽ തള്ളവിരൽ വരെ. അങ്ങനെയാണ് കേട്ടോ, കൃത്യമായിട്ട് നോക്കുക ഈ പിക്ചർ. പിന്നെ റുഖ്സത്തുൽ മുസാഫിർ എന്നാണ് 8ാമത്തെ ഒരു ചാപ്റ്റർ വരുന്നത്. 8ാമത്തെ ചാപ്റ്ററിൽ റുഖ്സത്തുൽ മുസാഫിർ അഥവാ യാത്രക്കാരൻ്റെ ഇളവുകൾ. യാത്ര പോകുന്ന സമയത്ത് ഒരുപാട് ഇളവുകളുണ്ട്. നമ്മൾ എന്താ പറയുക, ഇടങ്ങറായിട്ട് എല്ലാ വക്തുകളും നിസ്കരിക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെതായ യാത്രയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജംഉം കസ്റാക്കാൻ പറ്റുന്ന യാത്രകൾ. അപ്പോൾ നിസ്കാരം കസ്റാക്കാൻ യാത്രയുടെ കുറഞ്ഞ ദൂരം അത് കൃത്യമായിട്ട് നിങ്ങൾ നോക്കണം. ആ ഭാഗം ഏതാണ്, എന്താ പറയുക, ജമ്മാക്കാനും കസ്റാക്കാനും പറ്റിയ യാത്ര 132 കിലോമീറ്റർ. അത് എത്ര മർഹലയാണ്, 3 മർഹല എന്ന് പറഞ്ഞാൽ എത്ര കിലോമീറ്റർ ആണെന്നുള്ള ഭാഗങ്ങളൊക്കെ കൃത്യമായിട്ട് നോക്കുക. ഇതിൽ നിസ്കാരം കസ്റാക്കാൻ യാത്രയുടെ കുറഞ്ഞ ദൂരം, നിസ്കാരം കസ്റാക്കി നിസ്കരിക്കാൻ യാത്രയുടെ കുറഞ്ഞ ദൂരം എത്രയാണ് എന്നൊരു ചോദ്യം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ ജംഉ തഅഖീർ, പിന്തിച്ച് ജമ്മാക്കുക എന്ന് പറയില്ലേ, അതിൻ്റെ 2 ഷർത്തുകൾ എന്തൊക്കെയാണ്? പിന്തിച്ച് ജമ്മാക്കേണ്ടതിൻ്റെ 2 ഷർത്തുകൾ നോക്കുക. ഓക്കെ. പിന്നെ 4 റക്അത്തുള്ള നിസ്കാരം 2ആക്കി നിസ്കരിക്കൽ. ഇതൊക്കെ 2 പ്രാവശ്യം വന്നാൽ കേട്ടോ, 2 വർഷം ആവർത്തിച്ച് വന്ന ക്വസ്റ്റ്യനാണ്. ജംഉ തഅഖീറിൻ്റെ 2 ഷർത്തുകൾ, പിന്തിച്ച് ജമ്മാക്കുന്നതിൻ്റെ 2 ഷർത്തുകൾ എന്നുള്ളത് ആവർത്തിച്ച് 2 വർഷം വന്ന ചോദ്യമാണ്. അതുപോലെ തന്നെ 4 റക്അത്തുള്ള നിസ്കാരം 2ആക്കി നിസ്കരിക്കൽ, അതിനേക്കാണല്ലോ നമ്മൾ കസറാക്കി നിസ്കരിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഇഷാ യാത്രയിലാകുമ്പോൾ നമുക്ക് 2 റക്അത്ത് നിസ്കരിച്ചാൽ മതി. ഓക്കെ. അപ്പോൾ അങ്ങനെ അതുപോലെ തന്നെ ളുഹർ, അസ്ർ ഇതൊക്കെ കസറാക്കി നിസ്കരിക്കാൻ പറ്റും. ഇങ്ങനെ 4 റക്അത്തുള്ള നിസ്കാരം 2ആക്കി നിസ്കരിക്കൽ. പിന്നെ അതിൽ 2 വർഷം ആവർത്തിച്ച് വന്ന 5 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ജംഉ സ്വലാത്ത്, നിസ്കാരം ജമ്മാക്കുക. അപ്പോൾ ഏകദേശം ആ പാഠത്തിലുള്ള ഭാഗങ്ങളൊക്കെ ഉൾപ്പെട്ടു. എന്താണ് ജമ്മാക്കൽ, എത്ര കിലോമീറ്റർ ഉണ്ടാകുമ്പോഴാണ്, അത് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ചർച്ച ചെയ്യുന്ന സമയത്ത് അതിൽ പറയാം. ഇനി തദാവി, ചികിത്സിക്കുക എന്ന് പറയുന്ന 9ാമത്തെ ചാപ്റ്ററാണ്. ചികിത്സ, അതിൽ 1ാമത്തെ ഒരു ചോദ്യം വന്നിട്ടുള്ള രക്തം കൊണ്ട് ചികിത്സ നടത്തൽ, അതിൻ്റെ വിധി. പിന്നെ ആരോഗ്യത്തിന് നന്ദി ചെയ്യുകയും രോഗം വന്നാൽ ക്ഷമിക്കുകയും വേണം, എന്തുകൊണ്ട്? പിന്നെ അടുത്തൊരു ചോദ്യം അതിലുള്ളത്, ഇത് 3 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ഭാഗങ്ങളിൽ നിന്ന് വന്ന ചോദ്യങ്ങളാട്ടോ. പിന്നെ ജീവിതകാലത്ത് ഒരു അവയവം മുറിച്ചെടുത്ത് മറ്റൊരാളിൽ വെച്ച് പിടിപ്പിക്കുന്നതിൻ്റെ വിധി. പിന്നെ ഹുക്കൂക്കുൽ മയ്യത്ത്, മയ്യത്തിനോടുള്ള ബാധ്യതകൾ, അതാണ് 10ാമത്തെ ചാപ്റ്ററാണ്.
മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ പാലിക്കേണ്ട സുന്നത്തുകളിൽ 2 എഴുതുക. മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ പാലിക്കേണ്ട സുന്നത്തുകളിൽ 2 എഴുതുക. അതാണ് മയ്യത്തിനോടുള്ള ബാധ്യതകളിൽ ഒരു ക്വസ്റ്റ്യനായിട്ട് വന്നിട്ടുള്ളത്. പിന്നെ ഷഹീദിനെ കഫൻ ചെയ്യൽ. പിന്നെ അതിൽ അടുത്തൊരു ചോദ്യം, ളുഹർ നിസ്കരിക്കുന്നവൻ മയ്യത്ത് നിസ്കരിക്കുന്നവനോട് തുടർന്നാൽ സ്വഹിയാവുകയില്ല. പിന്നെ ജനാസ നിസ്കാരത്തിൽ നിർബന്ധമായ ദുആയിൽ ഏറ്റവും കുറഞ്ഞത്. അപ്പോൾ ഇതിൽ പറഞ്ഞത് എന്താ പറയുക, സ്വഹിയാവില്ല എന്ന് പറഞ്ഞാൽ ളുഹർ നിസ്കരിക്കുന്നവൻ മയ്യത്ത് നിസ്കരിക്കുന്നവനോട് തുടർന്നാൽ സ്വഹിയാവുകയില്ല. കാരണം എന്താണെന്ന് അവിടെ ചോദ്യമുള്ളത് കേട്ടോ. ഇനി ജനാസ നിസ്കാരത്തിൽ നിർബന്ധമായ ദുആയിൽ ഏറ്റവും കുറഞ്ഞത്. പിന്നെ മരണാസന്ന സമയത്ത് ഷഹാദത്ത് ചൊല്ലിക്കൊടുക്കാൻ ഏറ്റവും ബന്ധപ്പെട്ടത് ആര്? പിന്നെ മയ്യത്ത് നിസ്കാരത്തിന് ഇമാമത്ത് നിൽക്കാനുള്ള മുൻഗണനാ ക്രമം വിവരിക്കുക. നമ്മളിത് ഓരോ ചാപ്റ്ററിലും വന്ന ക്വസ്റ്റ്യനുകളാണ് ചർച്ച ചെയ്യുന്നത് കേട്ടോ. ഇനി ഖബർ എന്ന് പറയുന്ന ചാപ്റ്റർ 11ാമത്തെ ചാപ്റ്ററിൽ ഒരു ചോദ്യം വന്നിട്ടുള്ളത്, ഖബറിന് മുകളിൽ മലമൂത്ര വിസർജനം നടത്തൽ, ഖബറിനടുത്ത് വെച്ച് തൽക്കീൻ ചൊല്ലൽ, പിന്നെ ഖബറിലേക്ക് മണ്ണ് വാരിയിടുമ്പോൾ ചൊല്ലേണ്ടത്, ഖബറിലോട്ട് മണ്ണ് വാരിയിടുമ്പോൾ ചൊല്ലേണ്ടത്, പിന്നെ ഖബർ സിയാറത്ത് വിധികളും രൂപവും, പിന്നെ മയ്യത്ത് മറവ് ചെയ്ത ഉടനെ തൽക്കീൻ ചൊല്ലുന്നതിൻ്റെ വിധി, പിന്നെ ഏറ്റവും കൂടുതൽ ചോദ്യം വന്നതും ഇതിൽ നിന്നാണ്. ഈ ഖബർ എന്ന് പറയുന്ന ഭാഗത്തു നിന്ന് ചോദ്യം കൂടുതൽ വന്നിട്ടുണ്ട്. മയ്യത്ത് ഖബറിൽ വെക്കുന്നവൻ എന്താണ് പറയേണ്ടത്? പുരുഷന്മാർ ഖബർ എന്താ പറയുക, ഒരു മിനിറ്റ്, അതിൽ ഒരു ക്ലാരിഫിക്കേഷൻ നടത്താണ്ട്. അവിടെ പുരുഷന്മാർ ഖബർ ചെയ്യൽ എന്നാണ് ഇതിലുള്ളത്. ചെറുതായിട്ട് PDF വിട്ടുപോയിട്ടുണ്ട്. പുരുഷന്മാർ ഖബർ സിയാറത്ത് ചെയ്യൽ അതിൻ്റെ വിധിയാണ്. അടുത്തത് ഔലിയാക്കളുടെ ഖബർ പട്ടുകൊണ്ട് മൂടൽ അതിൻ്റെ വിധി എന്താണെന്ന് ചോദ്യം ഉണ്ടായിരുന്നു. പിന്നെ മറമാടുന്നവരെ മയ്യത്ത് പരിപാലനത്തിൽ പങ്കെടുക്കുന്നവർക്ക് ലഭിക്കുന്ന പ്രതിഫലം. ഓക്കെ, മറമാടിക്കഴിയുന്നവരെ മയ്യത്ത് പരിപാലനത്തിൽ പങ്കെടുക്കുന്നവർക്ക് ലഭിക്കുന്ന പ്രതിഫലം. ഇനി ഖബർ സിയാറത്തും ആശ്വസിപ്പിക്കലും എന്ന് പറയുന്ന 12ാമത്തെ ചാപ്റ്ററാണ്. ഇതിൽ മയ്യത്തിൻ്റെ കുടുംബത്തെ സമാധാനിപ്പിക്കൽ സുന്നത്തുള്ള ദിവസങ്ങൾ എന്ന ചോദ്യമാണ് പ്രധാനമായിട്ട് വന്നിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് അതിൽ നിന്നും ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ജസ്റ്റ് നോക്കുകയാണ്. 2024 ക്വസ്റ്റ്യൻ പേപ്പറാണത്. അപ്പോൾ 2024 ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ജസ്റ്റ് നോക്കുകയാണ്. അഫ്ദലു സ്വലവാത്തി, നിസ്കാരങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരം സ്വലാത്തുൽ ജുമുഅ. പിന്നെ അതിൽ വന്നിട്ടുള്ള 4 റക്അത്തുള്ള നിസ്കാരം 2ആക്കി നിസ്കരിക്കൽ ഖസർ എന്ന് പറയും. പിന്നെ ഒരു മിനിറ്റ്, രക്തം കൊണ്ട് ചികിത്സ നടത്തൽ ഹറാമ്, ജായിസ്, കറാഹത്തയിൽ ജായിസ്. പിന്നെ മരണാസന്നമായവരുടെ അടുത്ത് വെച്ച് ഓതണം സൂറത്ത് യാസീന്, സൂറത്തുൽ മുൽക്ക്, സൂറത്തുൽ വാക്കിയ, സൂറത്ത് യാസീന്. തഅസിയത്ത് സുന്നത്തുള്ള ദിവസങ്ങൾ 3 ദിവസങ്ങളാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, വീണ്ടും അവിടെ പോയിട്ട് ഇങ്ങനെ നമ്മൾ നിൽക്കാൻ പാടില്ല. അവിടെ പോയിട്ട് പിന്നെ അവരെ തഅസിയത്ത് ചെയ്യലും ആ വീട്ടിൽ തഅസിയത്തിന് വേണ്ടി ഇരിക്കലും നല്ലതൊന്നല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ഭാഗം ഒന്ന് കൃത്യമായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കുക. ഇനി ഔലിയാക്കളുടെ ഖബർ പട്ടുകൊണ്ട് മൂടൽ ഹറാമാണ്, അതിൻ്റെ വിധിയാണ് കേട്ടോ ചോദിക്കുന്നത്. ഇനി അറബി ഭാഷ, ഇനി ചേരുമ്പടി ചേർക്കാനാണ്. അറബി ഭാഷയിലായിരിക്കൽ അപ്പുറത്തെ സുന്നത്ത് ജുമാ, ഷർത്തു ജംഇ തഅഖീർ, ഷർത്തുൽ ഖുതുബ, ഷർത്തു ഖസ്ർ, കറാഹത്തുൽ ഖുതുബ. അപ്പോൾ അറബി ഭാഷയിലായിരിക്കൽ എന്നുള്ളത് ഷർത്തുൽ ഖുതുബയാണ്, ഖുതുബയുടെ ഷർത്താണ്. ഓക്കെ, ഇനി പൂർത്തിയാക്കി നിസ്കരിക്കുന്നവനോട് തുടരാതിരിക്കൽ D ആണ്, അഥവാ ഷർത്തുൽ ഖസർ. ഖസറിൻ്റെ ഷർത്താണ് പൂർത്തിയാക്കി, ഖസർ എന്ന് പറഞ്ഞാൽ ചുരുക്കി നിസ്കരിക്കുകയാണല്ലോ, അതിൻ്റെ ഷർത്താണ് പൂർത്തിയാക്കി നിസ്കരിക്കുന്നവനോട് തുടരാതിരിക്കുക എന്നുള്ളത്. ഇനി രാവിലെ പുറപ്പെടൽ A ആണ് ഉത്തരം, അഥവാ സുന്നത്തുൽ ജുമാ, ജുമാൻ്റെ സുന്നത്താണ് ജുമാക്ക് അതിരാവിലെ പുറപ്പെടാന്നുള്ളത്. ഇനി ഖുതുബ കേൾക്കുമ്പോൾ മുട്ടുകെട്ടിയിരിക്കൽ ഈ കറാഹത്തുൽ ഖുതുബയാണ്, ഖുതുബയുടെ കറാഹത്താണ്.
ഖുതുബ കേൾക്കുന്ന സമയത്ത് മുട്ടുകെട്ടിയിരിക്കുക എന്നുള്ളത്. ഇനി രണ്ടാമത്തെ നിസ്കാരത്തിൻ്റെ അവസാനം വരെ യാത്രയിലായിരിക്കുക എന്നുള്ളതാണ്. യാത്ര തുടരുക എന്നൊക്കെ പറയും. അപ്പോൾ അത് ഷർത്തു ജംഇ തആഖിർ, പിന്തിച്ച് ജമ്മാക്കുന്നതിൻ്റെ ഷർത്താണ്. ഓക്കെ. ഇനി മർഹലത്താനി എന്ന് പറയുന്നത്, മർഹലത്താനി ഹിയ തുസാവി എന്ന് പറഞ്ഞിട്ട് ഡാഷ് കിലോമീറ്ററൻ തക്രീബൻ. അപ്പോൾ മർഹലത്താനി, 2 മർഹല എന്ന് പറയുന്നത് ഏകദേശം ഇത്ര കിലോമീറ്ററിനോട് സമമാവുന്നതാണ്. എത്രയാണ്? 132 കിലോമീറ്റർ. ഇനി അവിടെ വരാൻ സാധ്യതയുള്ള സംഭവമുണ്ട്. ഖസറാക്കൽ എത്ര മർഹല ഉണ്ടാകുമ്പോഴാണ് അഫ്ദൽ എന്ന് വരാൻ സാധ്യതയുണ്ട് കേട്ടോ. അത് 3 മർഹല ഉണ്ടാകുമ്പോഴാണ് അഫ്ദൽ. പിന്നെ അവിടെ തന്നെ എന്താ പറയുക, ഒരുപാട് ചോദ്യങ്ങൾ ആ ഭാഗത്തു നിന്ന് വരാൻ സാധ്യതയുണ്ട്. നിങ്ങൾ കൃത്യമായിട്ട് അവിടെ നോക്കുക. ഇനി അമ്പിയാക്കളുടെ ഖബർ സിയാറത്ത് ചെയ്യൽ സ്ത്രീകൾക്ക് ഡാഷ് ആണ്, അത് സുന്നത്താണ്. ഇനി എങ്ങനെ പോകണം എന്നുള്ള ചർച്ചകളൊക്കെ വേറെ ഉണ്ട്, എങ്ങനെയാണ് സിയാറത്ത് ചെയ്യേണ്ടതെന്നുള്ളത്. ഇനി അല്ലാഹുമ്മ ജഅൽഹു ഡാഷ് വസലഫം വദുഖറ, അല്ലാഹുമ്മ ജഅൽഹു ഫറത്തല്ലി അബവൈഹി എന്നാണ്. ഇതിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ വരാൻ സാധ്യത കൂടുതലാണ്. നമ്മൾ ഇന്നത്തെ താരീഖിലൊക്കെ ആണെന്നുണ്ടെങ്കിലും, താരീഖിലൊക്കെ കഴിഞ്ഞ വർഷത്തെ അതേ നമ്പറിലുള്ള ക്വസ്റ്റ്യനൊക്കെ ആവർത്തിച്ച് വന്നിട്ടുണ്ട്. അതേ നമ്പറിൽ തന്നെ ക്വസ്റ്റ്യൻ ആവർത്തിച്ച് വന്നിട്ടുണ്ട്. അവസാനത്തെ 5 മാർക്കിനുള്ള കഴിഞ്ഞ വർഷത്തെ സെയിം സംഭവമാണ് ക്വസ്റ്റ്യനിൽ വന്നിട്ടുള്ളത്. ഓക്കെ. ഇനി അടുത്തത് അസ്അലുല്ലാഹൽ അലീം, അസ്അലുല്ലാഹൽ അലീമ ഡാഷ് റബ്ബൽ അർഷിൽ, അവിടെ റബ്ബൽ അർഷി എന്നാണ് കൂട്ടി കൊടുക്കേണ്ടത്. റബ്ബൽ അർഷിൽ അലീമി ഐ യഷ്ഫീക്ക, നമ്മൾ രോഗിനെ സന്ദർശിക്കുന്ന സമയത്ത് ചൊല്ലേണ്ടത്, വരുന്നു കൊടുക്കേണ്ട സംഭവം ഉണ്ടല്ലോ അത്. ഇനി ഖബർ ഡാഷ് ഉയരം ഉണ്ടാവൽ സുന്നത്താണ്, ഒരു സാണ് ഖബർ ഉയർത്തണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി അഅ്ളമല്ലാഹു അജ്റക വഅഹ്സന അസാഅക വഗഫറ ലിമയ്യതിക, അതും നോക്കി വെക്കുക കേട്ടോ. ഇതിൽ നിന്നൊക്കെ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. ഇനി ജീവിതകാലത്ത് അഥവാ ഒരവയവം മുറിച്ചെടുത്ത് മറ്റൊരാളിൽ വെച്ച് പിടിപ്പിക്കുന്നതിൻ്റെ വിധി എന്താണ്? ഒരാൾക്ക് ജീവനുണ്ട് ഉണ്ടായിരിക്കെ ഒരാൾ അവയവം മുറിച്ചെടുത്ത് വേറെ ആളിലോട്ട് കൊണ്ടുപോയി വെച്ച് പിടിപ്പിക്കുന്നതിൻ്റെ വിധി ഹറാമാണ്. ഇനി നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത വിഷയം തന്നെയാണ്. എന്താ പറയുക, മറമാടുന്ന സംഭവം ഉണ്ടല്ലോ, മറമാട്, ഒരാൾ മയ്യത്ത് മറമാടി കഴിയുന്നത് വരെ അവിടെ ഉണ്ടാവുക, അതാണ് പറയുന്നത്. മറമാടുന്നത് വരെ മയ്യത്ത് പരിപാലനത്തിൽ പങ്കെടുത്തവർക്ക് ലഭിക്കുന്ന പ്രതിഫലം എന്താണ്? കീറാത്താൻ, 2 കീറാത്ത് ആണ് എന്ന് പറയുന്നുണ്ട്. അതിൽ വേറെ ചോദ്യം ഉണ്ടാവാൻ സാധ്യതയുള്ളത് കീറാത്താൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദ്യം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇനി ജനാസ നിസ്കാരത്തിൽ നിർബന്ധമായ ദുആയിൽ ഏറ്റവും കുറഞ്ഞ് എന്ത് ചെയ്താൽ മതി? അല്ലാഹുമ്മ ഗ്ഫിർ ലഹു എന്ന് ചൊല്ലിയാൽ മതി. ഇനി അഫ്ദലുൽ അയ്യാമി ഏതാണ്? ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം യൗമുൽ ജുമുഅ അല്ലേ? അടുത്തത് ഒരു ചോദ്യം ഉള്ളത്, മരണാസന്ന ഷഹാദത്ത് ചൊല്ലിക്കൊടുക്കാൻ ഏറ്റവും ബന്ധപ്പെട്ടത് ആരാണ്? അഥവാ മരണമാസന്നമായി കിടക്കുന്ന ആൾക്ക് ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊടുക്കാൻ ഏറ്റവും ബന്ധപ്പെട്ടത് അനന്തരാവകാശിയെ പോലെ തെറ്റിദ്ധരിക്കപ്പെടാനിടയില്ലാത്തവരാണ്. അനന്തരാവകാശി ചൊല്ലിക്കൊടുക്കുമ്പോൾ പെട്ടെന്ന് മരിച്ചിട്ടിയാൽ മതി എന്നുള്ള ചിന്തച്ച ബാക്കിയുള്ളവർക്ക് അതിന് വേണ്ടിയിട്ട് ചെല്ലുന്നത് പോലെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അനന്തരാവകാശിയെ പോലെ തെറ്റിദ്ധരിക്കപ്പെടാത്തവനാവണം. കാരണം അനന്തരാവകാശിക്ക് ചൊല്ലിക്കൊടുക്കുന്ന സമയത്ത് എന്നാൽ മരിച്ചിട്ടുണ്ടെങ്കിൽ അവനക്ക് ഇങ്ങനെ സ്വത്തൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടുണ്ടെന്നുള്ള ഒരു ചിന്ത വരും എന്നുള്ള ആൾക്കാണ്. ഓക്കെ. അപ്പോൾ അങ്ങനെ തെറ്റിദ്ധരിക്കപ്പെടാത്തവനായിരിക്കണം എന്നുള്ള. ഇനി രോഗിയായ മുബ്തദീനെ സന്ദർശിക്കുന്നതിൻ്റെ വിധി കറാഹത്താണ്. ഇനി ജുമഅയുടെ 2 അദാനിൻ്റെ സമയം ഏത്? ഒന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു, ബാങ്ക് സമയം പ്രവേശിക്കുന്ന സമയത്ത്, രണ്ടാമത്തെ ഖതീബ് മിമ്പറിൽ കയറിയ ശേഷവും. ഇനി തലമുടി കളയൽ സുന്നത്തുള്ള സന്ദർഭങ്ങളിൽ 2 എഴുതുക. ഒന്ന് ഹജ്ജ് ഉംറയിൽ നിന്ന് ഒഴിവാകുന്ന സമയത്ത്, പ്രസവിച്ച 7-ാം ദിവസം. ഒരുപാട് സന്ദർഭങ്ങളിൽ പറയുന്നുണ്ട് ആ തലമുടി കളയുന്ന ഭാഗത്ത്, സുന്നത്തുള്ള ഭാഗത്ത് ഒരുപാട് സംഭവങ്ങൾ പറയുന്നുണ്ട്. എന്താ പറയുക, അതുകൊണ്ട് ബുദ്ധിമുട്ടായാൽ തലമുടി കൊണ്ട് ബുദ്ധിമുട്ടായാൽ അങ്ങനെ വിഷയങ്ങളൊക്കെ ഒരുപാട് പറയുന്നുണ്ട്. ആ ഭാഗം കൃത്യമായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ.
ഇനി അടുത്ത് ആരോഗ്യത്തിന് നന്ദി ചെയ്യണം, അതുപോലെ തന്നെ രോഗം വന്നാൽ ക്ഷമിക്കണം. എന്തുകൊണ്ടാണ്? രോഗം അള്ളാഹുവിൻ്റെ വിധിപ്രകാരം ഉണ്ടാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് ചർച്ച ചെയ്യാം. നമ്മൾ ആരോഗ്യത്തിൻ്റെ വിഷയം പറഞ്ഞല്ലോ, അള്ളാഹുവിൻ്റെ വിധിപ്രകാരമാണ്. അതുകൊണ്ടാണ് നമ്മൾ ശുക്ർ ചെയ്യണം, നന്ദി ചെയ്യണം, ആരോഗ്യത്തിനും നന്ദി ചെയ്യണം, അതുപോലെ തന്നെ രോഗത്തിന് ക്ഷമിക്കണം എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? അതിന് ആൻസർ പറഞ്ഞു. ഇനി ഖബറിലേക്ക് 3 പിടി മണ്ണ് വാരിയിടുന്ന സമയത്ത് ചൊല്ലണം എന്ത്? മിൻഹാ ഖലഖ്നാക്കും ഫിഹാ നുഈദുക്കും മിൻഹാ നുഖ്രിജുക്കും താറത്തൻ ഉഖ്റ. ഇനി അടുത്ത് 28ാമത്തെ ക്വസ്റ്റ്യൻ, മയ്യത്ത് നിസ്കാരത്തിന് ഇമാം നിൽക്കാനുള്ള മുൻഗണനാ ക്രമം. ഇത് സാധ്യത കൂടുതലാണ്, ഇത് ശ്രദ്ധിക്കുക, അത് വിവരിക്കാനാണ്. മുൻഗണനാ ക്രമം പിതാവ്, അങ്ങനെ എഴുതണം കേട്ടോ, ഇത് മാറരുത്. പിതാവ്, അതുപോലെ തന്നെ പിന്നെ പിതാവിൻ്റെ പിതാവ്, പിന്നെ മകൻ, പിന്നെ മകൻ്റെ മകൻ, പിന്നെ സഹോദരൻ, സഹോദരൻ്റെ മകൻ, പിന്നെ പിതാവിൻ്റെ സഹോദരൻ, പിന്നെ പിതാവിൻ്റെ സഹോദരൻ്റെ മകൻ. അങ്ങനെയാണ് മുൻഗണനാക്രമം. ഓക്കെ, അടുത്ത ചോദ്യം, ഒരു മഹല്ലിൽ ഒന്നിലധികം ജുമാ സ്ഥാപിക്കൽ അനുവദനീയമാകും എപ്പോൾ? ഒരു മഹല്ലിൽ ഒന്നിലധികം ജുമാ സ്ഥാപിക്കൽ അനുവദനീയമാകും എപ്പോൾ എന്നുള്ളതാണ് ചോദ്യം. ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടൽ പ്രയാസമായാൽ സിമ്പിളായിട്ട് എഴുതിയാൽ മതി, അതിനൊന്നായിട്ട് വാരി വലിച്ച് എഴുതേണ്ട കാര്യമില്ല. ഇനി കൈനകം മുറിക്കുന്നതിൻ്റെ സുന്നത്തായ ക്രമം വിവരിക്കുക. നമ്മൾ ഒരു ചിത്രീകരണത്തിലൂടെ വിവരിച്ച് തന്നിട്ടുണ്ട്. ഇനി ലുഗത്തുൽ ഖുത്ബ, അതും ശ്രദ്ധിക്കുക. അത് ഖുത്ബയുടെ ഭാഷ എന്ന് പറയുന്നത് അതിനെക്കുറിച്ചാണ്, 5 മാർക്കിനാണ്. അപ്പോൾ എഴുതേണ്ട കോലം, ഖുത്ബയുടെ ഷർത്തിൽപ്പെട്ട ഒന്നാണ് അത് അറബിയിലാകൽ. നബിയും മഹാന്മാരായ സ്വഹാബത്തും അവർക്ക് ശേഷം വന്ന മുൻഗാമികളും അവരിൽ ഒരാളും ഒരു സ്ഥലത്തും ഒരു കാലത്തും ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും റസൂലിൻ്റെയും ഇസ്ലാമിൻ്റെയും ഔദ്യോഗിക ഭാഷയായ അറബിയിലല്ലാതെ ജുമാ ഖുത്ബ നടത്തിയിട്ടില്ല. അറബി അല്ലാതെയുള്ള ജുമാ ഖുത്ബ ഹറാമായ, എതിർക്കപ്പെടുന്ന പുത്തനാശയമാണ് എന്ന രൂപത്തിൽ തന്നെ എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി അടുത്ത് ജിറാഹത്തുൽ മയ്യത്തിനെ മുറിവേൽപ്പിക്കുക എന്നുള്ള ഭാഗമുണ്ടല്ലോ, അത് വന്നാൽ എഴുതേണ്ടത്. ഈ 2 ചോദ്യങ്ങളും ആവർത്തിച്ച 2 വർഷം വന്നതാണ്, വരാൻ സാധ്യത കൂടുതലുണ്ട്. അപ്പോൾ നിങ്ങൾ ഒന്നുകൂടി ഫോക്കസ് ചെയ്ത് പഠിക്കുക. മയ്യത്തിൻ്റെ എല്ലാ അവയവങ്ങളും മഹത്തായതാണ്, പവിത്രമായതാണ്. മയ്യത്തിൻ്റെ പവിത്രതയ്ക്ക് ഭംഗം വരുത്തുന്ന ഒരു കാര്യവും അതിനോട് ചെയ്യരുത്. ആവശ്യമില്ലാതെ മയ്യത്തിൻ്റെ നഖം, മുടി എന്നിവ എടുക്കൽ കറാഹത്താണ്. മരിച്ചെന്നുകൊണ്ട് കരുതിയാൽ നഖം, മുടിയൊന്നും പറിച്ചെടുക്കാൻ നിൽക്കണ്ട. നിർബന്ധമല്ലാതെ മയ്യത്തിനെ മുറിവാക്കൽ ഹറാമാണ്. നിർബന്ധമല്ലാതെ മീൻസ് എന്തെങ്കിലും പോസ്റ്റ്മോർട്ടമൊക്കെ ചെയ്യൽ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് നിർബന്ധം പറഞ്ഞാൽ അത് ചെയ്യേണ്ടി വരും, അത് ഈ ഹറാമിൽ പെടൂല. അല്ലാതെ വെറുതെ മുറിവാക്കൽ എന്താണ്? ഹറാമാണ്. അത് ശേലാകർമ്മം കൊണ്ടാണെങ്കിൽ ശരി, മറ്റൊരാളുടെ, അതുപോലെ തന്നെ മറ്റൊരാളുടെ ധനം വിഴുങ്ങിയവൻ്റെ വയറ് അവൻ ആവശ്യപ്പെടുന്ന ഉറക്ക് അതിനെ പുറത്തെടുക്കാൻ വേണ്ടി കീറൽ നിർബന്ധമാണ്. അഥവാ ഒരാൾ ഒരു സ്വർണം കട്ടെടുത്താണ് മുങ്ങി മരിച്ചു, അയാളെ വയറ്റിൻ്റെ ഉള്ളിൽ സ്വർണ്ണമുണ്ട്, അപ്പോൾ എടുക്കാൻ വേണ്ടിയിട്ട് ആ ഉടമസ്ഥൻ പറയാണ് എനിക്ക് വേണം, നിർബന്ധമാണെന്ന് പറഞ്ഞാൽ അത് എടുത്തു കൊടുക്കൽ നിർബന്ധമാണ്, ആവശ്യപ്പെട്ടാൽ എടുത്തു കൊടുക്കൽ നിർബന്ധമാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഇൻഷാ അല്ലാഹു തആല നമ്മുടെ പരീക്ഷയിൽ അല്ലാഹു തആല നല്ല വിജയം നൽകുമാറാകട്ടെ. നമ്മൾ ഇത്ര കാലം പരീക്ഷയ്ക്ക് വന്ന 3 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ക്വസ്റ്റ്യനുകളൊക്കെ ഏകദേശം നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ മറ്റു ക്വസ്റ്റ്യൻ പേപ്പറുകൾ നിങ്ങൾ കൃത്യമായിട്ട് നോക്കുക. അല്ലാഹു തആല നമുക്ക് നല്ല വിജയം പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് ആശംസിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.